ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയ് മന്തിൻ്റെ ലിമിറ്റഡ് എഡിഷൻ കിറ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണത്തെ കിറ്റിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നോക്കാം. ഏത് ബ്രാൻഡാണ് പേപ്പേഴ്സും ഫ്ലവേഴ്സും ഒക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഞാൻ എല്ലാം വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ കിറ്റിലുള്ള പ്രോഡക്ട്സ് സിമ്പിൾ സ്റ്റോറീസിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇനി കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണുള്ളത്, എന്തൊക്കെയാണുള്ളതെന്ന്. അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് പ്രീമ മാർക്കറ്റിങ്ങിൻ്റെ ഫ്ലവേഴ്സാണ്. അപ്പോൾ 3 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ കിറ്റിലും സാധാരണ എനിക്ക് തോന്നുന്നു 3 പാക്കറ്റ് തന്നെയാണുള്ളതെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കളർ ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പ്രേ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കിറ്റിലും ഉണ്ടായിരുന്നു, പിങ്ക് കളറായിരുന്നു. അപ്പോൾ ഇതിന് ജസ്റ്റ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു പൗഡർ ഫോമിലാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഒരു പൗഡർ ഫോമിലാണുള്ളത്. ഇതിൽ ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രീമ മാർക്കറ്റിങ്ങിൻ്റെ പ്രൊഡക്റ്റാണ്. കളർ ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പാക്കറ്റ് പ്രീമ ഫ്ലവേഴ്സാണ്. ഇത് ഞാൻ ഏറ്റവും അവസാനം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ലിമിറ്റഡ് എഡിഷൻ കിറ്റിലും എനിക്ക് തോന്നുന്നു 3 പാക്കറ്റ് ഫ്ലവേഴ്സ് തന്നെയാണ് ഉണ്ടാവാറുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കിറ്റ് കുറച്ച് കോസ്റ്റ്ലിയാണ്. $45 ഇതിൻ്റെ പ്രൈസ്. അപ്പം ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡയറക്റ്റ് അവർക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അവർ ഷിപ്പിംഗ് ചാർജസും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അടുത്തത് സിമ്പിൾ സ്റ്റോറീസിൻ്റെ ഡൈ കട്ട് എലമെൻറ്റ്സ് ആണ്. ഇത് സിമ്പിൾ സ്റ്റോറീസിൻ്റെ സിമ്പിൾ വിൻറ്റേജ് കോട്ടേജ് ഫീൽഡ് എന്ന് പറയുന്ന കളക്ഷൻ്റെ ആണ്. അതേ സെയിം കളക്ഷൻ്റെ തന്നെ ചിപ്പ് ബോർഡ് സ്റ്റിക്കേഴ്സാണ് ഇത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ഞാനിത് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. അപ്പോൾ എല്ലാ കിറ്റിൻ്റെ അകത്തും ഒരു സ്റ്റെൻസിൽ ഉണ്ടാവാറുണ്ട്. ഇത് സിമ്പിൾ സ്റ്റോറീസിൻ്റെ തന്നെ സ്റ്റെൻസിലാണ്. അടുത്തത് വീണ്ടും ഒരു ഡൈ കട്ട് എലമെൻറ്റ് പോലെ തന്നെ ഒരു ഷീറ്റാണ്. ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള എലമെൻറ്റാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി നമ്മളെ പ്രോജക്ട്സിൽ. പക്ഷേ ഇത് ഏത് ബ്രാൻഡാണെന്ന് മാത്രമേ എനിക്കറിയില്ല. ജസ്റ്റ് ഈ ഒരു ഷീറ്റ് മാത്രമേ ഉള്ളൂ. അടുത്തത് സ്റ്റിക്കർ ഷീറ്റാണ്. അപ്പം ഇതും സിമ്പിൾ സ്റ്റോറീസിൻ്റെ തന്നെ സെയിം കളക്ഷനാണ്. വിൻറ്റേജ് കോട്ടേജ് ഫീൽഡ് എന്ന് പറയുന്ന കളക്ഷൻ്റെ തന്നെ സ്റ്റിക്കർ ഷീറ്റാണുള്ളത്. ഇനി നമ്മൾ മെയിൻ പാർട്ടിലേക്ക് പോകാം. അതായത് നമ്മളെ പേപ്പർ പാക്സ് ആണ്. സെയിം സിമ്പിൾ സ്റ്റോറി കളക്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഡബിൾ സൈഡഡ് ഷീറ്റ്സ് ആണ് പേപ്പേഴ്സ്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ കളക്ഷൻസാണ് ഈ കിറ്റിൻ്റെ അകത്തുള്ളത്. ഡബിൾ സൈഡഡ് ആയിട്ട് നല്ല പോൾക്ക ഡോട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ് ഇപ്പം ഞാൻ കാണിച്ചത്. പിന്നെ ബാക്കിയുള്ള ഷീറ്റ്സ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഷീറ്റ്സാണുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്കൊരു വിൻറ്റേജ് ലുക്കൊക്കെ ഉള്ള ഷീറ്റ്സാണ്. അപ്പം ഈ ഒരു കിറ്റ് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെയും ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പം വാങ്ങണം എന്നുള്ളവർക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഇത് ലിമിറ്റഡ് എഡിഷൻ കിറ്റാണ്. ഇതിന് $45 ആണ്, ഏകദേശം 44 ആണോ 45 ഏകദേശം ഒരു $45 ആണ്. അപ്പം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ റുപ്പീസിൽ എത്രയാണ് വരുന്നത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഗൂഗിൾ എടുത്തിട്ട് $to INR എന്നുള്ള കൺവേർട്ടറിലേക്ക് $45 ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് എത്രയാണെന്നുള്ളത് വരും. പ്ലസ് അതുകൂടാണ്ട് ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും ഉണ്ടാവുന്നതാണ്. അപ്പം ഇന്ത്യയിലേക്കുള്ള ഷിപ്പിംഗ് ചാർജ് എങ്ങനെയാണെന്നുള്ളത് അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും തരും. ഈ ഷീറ്റ് നമുക്ക് എംബലിഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് പിന്നെ അതല്ലാണ്ട് ജേർണൽ കാർഡ്സ് പോലത്തെ ഷീറ്റാണ്. അപ്പം ഇത് നമുക്ക് ഇൻസേർട്ട്സ് ആയിട്ടും യൂസ് ചെയ്യാം, ആൽബത്തിലൊക്കെ, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പം നല്ലൊരു കളക്ഷനാണിത്. സിമ്പിൾ സ്റ്റോറീസിൻ്റെ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് ഉള്ള 2 ഷീറ്റ് എന്ന് പറയുന്നത് 49 മാർക്കറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പം ബാക്കിയുള്ളതെല്ലാം സിമ്പിൾ സ്റ്റോറീസ് ആയിരുന്നു. ഈ ഒരു 2 ഷീറ്റ് മാത്രമേ ഈ 49 മാർക്കറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉള്ളൂ. ഇത് ഡബിൾ സൈഡഡ് ആണ്. പ്ലസ് ഇതിന് തിക്നെസ് കുറച്ച് കൂടുതലാണ് കമ്പയർ ടു സിമ്പിൾ സ്റ്റോറീസ്. ഇനി നമുക്ക് ഞാൻ ആദ്യം കാണിച്ച ഡൈ കട്ട് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈസി ടു യൂസ് ആണ്. ഡയറക്റ്റ്ലി നമുക്ക് എടുത്തിട്ട് നമ്മളെ പ്രോജക്ട്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ആണ്.
അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഈ ഒരു കിറ്റ് അൺബോക്സിങ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.